റെസിലിയൻസ്, അതിജീവനം. അതിജീവനം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലതരത്തിലുള്ള അതിജീവനങ്ങളുണ്ട്. പല പ്രശ്നങ്ങളും അതിജീവിക്കുക എന്ന് പറയാം. എനിക്ക് തോന്നുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെസിലിയൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴെങ്കിലും ഒരു പരാജയത്തിൽ പെടുകയാണെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ മോചനം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. പല ആൾക്കാർക്കും പല രീതിയിലാണ് ഇതിനുള്ള കഴിവ്. ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് എന്ത് സംഭവിച്ചാലും അതിനകത്ത് നിന്ന് പെട്ടെന്ന് കരകയറാൻ പറ്റും. അവർ റെസിലിയൻസ് കൂടുതലുള്ളവരാണ്, വിൻഡോ ഓഫ് ടോളറൻസ് കൂടുതലുള്ളതാണ്, കാര്യങ്ങൾ കൂടുതൽ അവർക്ക് സഹിക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മുടെ ഈ വിൻഡോ ഓഫ് ടോളറൻസും നമ്മുടെ റെസിലിയൻസും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക എന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? സൈക്കോളജി പറയുന്നത് ലാഭങ്ങളെക്കാൾ 1000 മടങ്ങ് ശക്തിയിലാണ് പരാജയങ്ങൾ നമ്മളെ ബാധിക്കുക എന്നുള്ളത്. നമുക്കൊരു $1000 കിട്ടുന്ന സന്തോഷത്തേക്കാൾ ഒരു 1000 ഇരട്ടി ദുഃഖമാണ് ഉണ്ടാവുക നമുക്കൊരു $1000 നഷ്ടപ്പെടുകയാണെങ്കിൽ. പരാജയങ്ങൾ എപ്പോഴും നമ്മളെ അതുപോലെയാണ് ബാധിക്കുക. സത്യം പറഞ്ഞാൽ തളർന്നു പോകുമ്പോൾ മൂവ് ഓൺ എന്ന് പറയുന്ന അത്ര കേൾക്കാൻ സുഖമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ജീവിതത്തിൽ പല വീഴ്ചകളും വന്നപ്പോൾ അവിടെ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്തില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇപ്പം നമ്മളുള്ള സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടിരിക്കുക? റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ തോൽക്കാതിരിക്കലല്ല, ഓരോ തോൽവിക്ക് ശേഷവും അല്ലെങ്കിൽ ഓരോ വീഴ്ചയ്ക്ക് ശേഷവും പരമാവധി ശക്തിയോടുകൂടി വീണ്ടും എഴുന്നേൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പരാജയം, എന്തെങ്കിലും ഒരു തകർച്ച നമ്മുടെ ചിലപ്പോൾ ഹൃദയം നുറുങ്ങിപ്പോകുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ നമുക്ക് വളരെ വിലപ്പെട്ട ഒരു കാര്യം നഷ്ടപ്പെട്ടതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കാം. അങ്ങനെ എന്തായിരുന്നാലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വീട് കിടക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേക്കാനൊന്ന് ശ്രമിച്ചു നോക്കിയേ. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ചിന്തിച്ചു നോക്കിയേ. എവിടെയാണ്, എന്താണ് നമുക്ക് വേണ്ടി കുറച്ചു നേരം ചെയ്യാൻ പറ്റുന്നതെന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ എല്ലാം ശരിയാവും. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ചെയ്യാൻ ബാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, മടി പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ, മനസ്സിന്റെ ആ വലിയ ഭാരം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാത്തിനും നമ്മൾ മുന്നിലൊരു വലിയൊരു സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോയി എന്ന് നോക്കിക്കേ. എല്ലാം ശരിയാവുന്നേ. അപ്പം കാണാം.